46 അർത്ഥങ്ങളിൽ വഹി പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട് ഭാഷയിൽ. നമ്മൾ വായിച്ചത് ഓർക്കുന്നുണ്ട്. ഇങ്ങനെ 46 അർത്ഥങ്ങളിൽ വന്നു. ഈ മൂസാൻ്റെ ഉമ്മാക്ക് അള്ളാഹുവിൽ നിന്ന് വഹി ഉണ്ടായിട്ടുണ്ട്. അതേപോലെ തന്നെ ചില മഹദികൾക്കൊക്കെ ഉണ്ടായിട്ട് ചില മഹാന്മാർക്കും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരൊക്കെ നബിമാരാണോ അല്ലേ എന്നുള്ള ഒരു ചർച്ചയുണ്ടായിട്ടുണ്ട്. വഹി കൊടുത്ത മഹത്തുക്കളൊക്കെ നബിമാരാണ് എന്നൊരു ചർച്ചയുണ്ടായിട്ടുണ്ട്. പിന്നെ ഹാഫിളു സുയൂത്തിയാണെന്ന് ഇബ്നു സലാഹ എന്നറിയില്ല. വഖ്തലഫു ഫീ ഖദ്രിൻ വഖ്തുലിഫ ഫീ ഖദ്രിൻ واختلف في خضر أهل النقول فقيل نبي أو ولي أو رسول لقمان ذو النورين حواء مريم والوقف في الجميع رأي المعظم. അങ്ങനെയാണ് കവിത ഉള്ളത്. ഇഖ്തലഫ ഫീ ഖദ്രിൻ അഹ്ലുൻ നുഖൂലി, പണ്ഡിതന്മാർ ഖദീറിൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസത്തിലായി. എന്നിട്ട് എന്താ പറഞ്ഞത്? നബിയുൻ ഔ വലിയുൻ ഔ റസൂലു. ചിലർ പറഞ്ഞു നബിയാണ് ഖദീർ. ഏത് ഖദീർ? അത് ഖിദർ, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കൂടെ ഉണ്ടായിരുന്ന ഖദീർ. അത് നബിയാണോ? ചിലർ പറഞ്ഞു നബിയാണ്, ചിലർ പറഞ്ഞു വലിയാണ്, ചിലർ പറഞ്ഞു റസൂലാണ്. പിന്നെ അടുത്തത് ലുഖ്മാനു ദുൽഖർനൈൻ. ലുഖ്മാൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, ദുൽഖർനൈൻ്റെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം ലുഖ്മാനിന് എന്തുണ്ടായിട്ടുണ്ട്? അള്ളാഹുവിൽ നിന്ന് വഹി ഉണ്ടായിട്ടുണ്ട്. ദുൽഖർനൈനും അള്ളാഹിൻ്റെ അടുത്ത് നിന്ന് വഹി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അവർ നബിയാണോ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഹവ്വയും മറിയമും അവരുടെ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നബിയാണോ അല്ലേ എന്നുള്ള വിഷയത്തിൽ. വൽ വഖ്ഫു ഫിൽ ജമീഇ റഅയുൽ മുഅ്ളമി. ഭൂരിപക്ഷത്തിൻ്റെ അഭിപ്രായം ഇവരുടെ വിഷയത്തിൽ വഖഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നബിയാണെന്നും പറയാൻ പോണ്ട, റസൂലാണെന്നും പറയാൻ പോണ്ട, വലിയാണെന്നും പറയാൻ പോണ്ട, അവരിൽ നിന്ന് അള്ളാഹുവിൽ നിന്ന് വഹി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത്. ചിലർ പറഞ്ഞാൽ എന്താണെന്നറിയോ? ഇപ്പോൾ സുയൂത്തിക്ക് അഭിപ്രായക്കാരാണ് റസൂലുമാരല്ല ഈ സ്ത്രീകളാരും, പിന്നെ ആരാണ്? നുബുവത്തിൻ്റെ മക്കാമിലെത്തിയവരാണ് എന്ന നിലക്ക് ഈ മഹദികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മൂസാൻ്റെ ഉമ്മ, ആസിയ ബിന്ത് മുസാഹിം, ഹൗവ, മറിയം, ഇവരൊക്കെ നുബുവത്തിൽ എത്തിയവരാണ്. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞെന്താ? അമ്മ അർസൽന മിൻ ഖബ്ലിക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. അള്ളാഹു സുബ്ഹാനഹു വ തആല ആരെ അയച്ചിട്ടുള്ളത്? ഇല്ലാ റിജാലൻ, പുരുഷന്മാരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുമാരായിട്ട് അയച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ നബിമാരായി വന്നവരൊക്കെ ആരാണ്? പുരുഷന്മാരാണ്. റസൂലുമാരായി എത്തിയവന്മാരാണ് പുരുഷന്മാരാണ് എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ്റെ അറിയിപ്പ്. പക്ഷേ ഈ വഹി നൽകപ്പെട്ടത് കാരണത്താൽ ഇത്തരം മഹദികളുടെ വിഷയത്തിൽ എന്തുണ്ട്? പണ്ഡിതന്മാർക്കിടയിൽ ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെന്ന് ഞാൻ സൂചിപ്പിച്ചത് മാത്രം. അലാകുല്ലി പിന്നെ വഹി കിട്ടിയെന്ന് വിചാരിച്ചിട്ട് എല്ലാവർക്കും വഹി കിട്ടിയാലൊക്കെ നബി എന്ന് പറയുന്നത് എന്തല്ല, അതൊരു പിന്നെ ശരിയുടെ പക്ഷമല്ല. അപ്പം വഔഹാ റബ്ബുക ഇലൻ നഹൽ. എന്താ വഔഹാ റബ്ബുക ഇലൻ നഹൽ? ആ തേനീച്ചക്ക് നിൻ്റെ റബ്ബ് വഹി നൽകിയെന്നാണ്. തേനീച്ചക്ക് എന്താ നൽകിയ വഹി? ആ തേനീച്ചക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഊട്ടിയ പ്രകൃതാണ്. തേനീച്ചയോട് പിന്നെ സഞ്ചരിക്കാൻ പറഞ്ഞു, എന്നിട്ട് പിന്നെ നെറുന്തേൻ ശേഖരിക്കാൻ പറഞ്ഞു, തുടങ്ങിയുള്ളതായ വിഷയങ്ങൾ, അതിൻ്റെ കൂടുണ്ടാക്കാൻ പറഞ്ഞ വിഷയങ്ങളൊക്കെ. അപ്പോൾ വഹി എന്നുള്ളത് വിപുലമായ അർത്ഥത്തിൽ പ്രയോഗിക്കുന്ന ഒരു പദമാണ്. അതിൽ പിന്നെ ഇവിടെ മൂസാൻ്റെ ഉമ്മാക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല തോന്നിപ്പിച്ചതായിരിക്കാം, അല്ലെങ്കിൽ ഇൽഹാം, പിന്നെ ഒരുതരം ബോധനം നൽകിയതായിരിക്കാം. പണ്ഡിതന്മാർ പല അഭിപ്രായങ്ങളും പറഞ്ഞിട്ടുണ്ട്.